ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 2 കേക്കിൻ്റെ വർക്കാണ് കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളതൊരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ 1 kg വെയിറ്റ് വരുന്നൊരു കേക്കാണ്. ആദ്യം തന്നെ നാക്ക് ഉടക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരിയുടെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഓർഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഫെദർ ഡിസൈൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു മോഡലാണ്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് അതങ്ങ് ചെയ്തു നോക്കാം. ഇങ്ങനെ നമുക്ക് ഡിസൈൻ തരാത്ത ഓർഡറിലാണല്ലോ നമ്മൾ പരീക്ഷണങ്ങളെല്ലാം നടത്തി നോക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് സാധാരണ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ക്രം കോട്ട് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്തു. അപ്പോൾ അത്രയൊന്ന് ചെയ്ത ശേഷം പിന്നെ ഞാൻ ഫോണ്ടൻറ്റിൽ പേരെഴുതി ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വൈറ്റ് ഫോണ്ടൻറ്റിൽ കുറച്ച് ഗ്രീൻ അല്ലല്ലോ ബ്ലൂ കളർ ഒന്ന് അവിടെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിനെ നീളത്തിനൊന്ന് പരത്തിയെടുത്ത്. കാരണം ഫെദർ ഡിസൈൻ വരുന്നതുകൊണ്ട് മുകളിൽ വെച്ചാൽ അതിൻ്റെ ഒരു എടുപ്പ് അങ്ങ് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ബോർഡിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് നീളത്തിനൊന്ന് കട്ട് ചെയ്തിട്ടാണ് പേരെഴുതി കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിൽ ബ്രഷ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അതുകൊണ്ട് പേരെഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ തൂവൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്ക്വയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ലൈറ്റ് ബ്ലൂ കളറാണേ അതുകൊണ്ടാണ് ഫുള്ള് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൽ തന്നെ കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആക്കിയിട്ട് അതും കൂടി മുകളിൽ കുറച്ചൊന്ന് അതും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാർട്ട് ഷേപ്പ് ഒന്ന് സൈഡിൽ വെച്ച് കൊടുത്തിട്ട് പർപ്പിൾ കളർ ഡസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഫസ്റ്റിൽ ചെയ്ത ഹാർട്ട് ഷേപ്പിൽ നല്ല രീതിയിൽ കിട്ടി. രണ്ടാമത് ചെയ്തപ്പോഴത്തേക്കും ഡസ്റ്റ് കൂടുതൽ അങ്ങ് വീണുപോയി. അവിടെ ഒരു വൃത്തികേട് പോലെ തോന്നി. പക്ഷേ ഞാൻ അത് ശരിയാവില്ല എന്നറിയാന്നാലും ബ്രഷ് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതും ശരിയാവില്ല. പിന്നെ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ നിന്നാണല്ലോ ഓരോ ഡിസൈനും ജനിക്കുന്നത്. ഞാൻ പിന്നെ അതൊരു ഡിസൈനാക്കി എടുത്ത് മറ്റേ ആദ്യം ചെയ്തതിനകത്തും അതേപോലെ ഡസ്റ്റ് കുറച്ച് കൂടുതലൊന്ന് അവിടെ ഇട്ട് കൊടുത്ത് അതങ്ങനെ ഒരു ഇതാക്കിയെടുത്ത് എന്നിട്ട് പിന്നെ ബാക്കി 2 ഫ്ലവറും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് ക്രീം നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് അങ്ങ് ലൂസായി പോവും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫ്ലവർ ചെയ്തപ്പോഴത്തേക്കും ക്രീം നല്ല ലൂസായിരുന്നു. പിന്നെ ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ കുറേ നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടാണ് പിന്നെ ബാക്കി ഫ്ലവറും കൂടെ ചെയ്ത് കൊടുത്തു. ബാക്കി 2 ഫ്ലവറും കൂടെ ചെയ്ത് കൊടുത്തു. പിന്നെ നൈം എഴുതിയതൊന്ന് ബോർഡിൽ വെച്ച് കൊടുത്തിട്ട് ബോർഡർ ഡിസൈനും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് ഷുഗർ ബൗൾസും ഇട്ടിട്ട് സമയമായപ്പോഴത്തേക്കും ഡെലിവറി ചെയ്തു. പിന്നെ രണ്ടാമത്തെ കേക്ക് വന്നിട്ടുള്ളതൊരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ തന്നെ 2 ടയർ കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് മുന്നേ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. ഞാൻ മുമ്പും 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സജിനയാണ്, അവളുടെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കോട്ട് ചെയ്ത് വൈറ്റ് ക്രീം കൊണ്ട് തന്നെ ഫൈനൽ കോട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ കളർ വെച്ചിട്ട് ഒരു കോട്ടിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ കോട്ട് വൈറ്റ് ക്രീം വെച്ച് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഈ കളറും വൈറ്റ് ക്രീമും കൂടി മിക്സ് ആയി പോവും. അപ്പോൾ ആ വൈറ്റ് ക്രീം ഒന്ന് നല്ലോണം സെറ്റായിട്ട് പിന്നെ നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ആവില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇതേപോലെ ബോർഡ് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മുകളിലത്തെ ടയർ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബോർഡ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്കും ബോർഡിൽ കളറാവും. അതാണ് ബോർഡ് അങ്ങനെ ഇരിക്കുന്നത്. അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ബോർഡ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടയർ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും തലേ ദിവസമേ ഞാൻ ചെയ്ത് വെക്കും. അപ്പം നല്ലോണം കേക്കൊന്ന് സെറ്റായി കിട്ടും. മുകളിലെടുത്ത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാലും ഇതൊരു ടാസ്ക്കാണ്. എനിക്ക് ഇപ്പോഴും പേടിയോടുകൂടി എടുത്ത് വയ്ക്കുന്ന ഒരു സംഭവമാണിത്. എന്നാലും കുഴപ്പമില്ലാതെ കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ വെക്കുക എന്നുള്ളത് വലിയൊരു പാടാണ്. സെൻറ്ററിൽ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ക്രീമിൽ തന്നെയാണ് ഫ്ലവറും ചെയ്ത് കൊടുത്തത് അതേ കളറിൽ. അപ്പോൾ എനിക്ക് അത്ര എടുപ്പ് തോന്നാത്തതുകൊണ്ട് പിന്നെ കുറച്ചും കൂടെ കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഡാർക്ക് ആക്കിയിട്ടാണ് പിന്നെ ബാക്കി ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രീൻ കളറിൽ ലീഫും കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുത്ത് നൈം എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോർഡർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കേക്കിൻ്റെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.